നമ്മൾ ഈ സുവിശേഷം പറയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്ക് അവസാനം വരണ്ട. ഓൺലൈൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പണ്ടൊരു കാലത്ത് നമുക്കറിയാം കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്ത ഒരു കേരളമാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ എന്ത് പുതിയത് വന്നാലും എതിർക്കും. പ്രത്യേകിച്ച് ദൈവങ്ങൾക്കൊരു സോക്കേടുണ്ട്. വീട്ടിൽ TV പാടില്ല, ഫോൺ പാടില്ല, ഇൻ്റർനെറ്റ് പാടില്ല, സിനിമ കാണാൻ പാടില്ല, എല്ലാം വിലക്കായിരുന്നു. ഇന്ന് നമ്മൾ എന്തൊക്കെ വിലയ്ക്കോ അതെല്ലാം നമ്മുടെ വീട്ടിൽ കയറി. അതാണ് കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം ഓർക്കണം, ഇതിൽ നന്മയ്ക്കായിട്ടും ദൈവരാജ്യത്തിൻ്റെ വർധനയ്ക്കായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ചില നല്ല കാര്യങ്ങളുണ്ട്. അത് നമ്മളൊരിക്കലും മറക്കരുത്. അങ്ങനെയെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, യേശു വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി, ആ സുവിശേഷം പോയി എല്ലാവരോടും പറയാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. പക്ഷേ അന്ന് ശിഷ്യന്മാർക്ക് നല്ല അവസരമായത് റോമാക്കാരാണെന്ന് ഭരിച്ചിരുന്നത്. അവർ നല്ല റോഡുകൾ വെട്ടിയിട്ടിരുന്നു. അതുകൊണ്ട് സുവിശേഷം വളരെ സുഗമമായി അതെല്ലാ രാജ്യങ്ങളിലേക്കും പോയി. 16-ാം നൂറ്റാണ്ടിൽ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് സുവിശേഷത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഏറ്റവും നന്നായത്. പ്രിൻറ്റിംഗ് പ്രസ് വാസ് ഇൻവെൻറ്റഡ്, സോ ദ ഗോസ്പൽ കുഡ് ബി പ്രിൻറ്റ്, അല്ലേ? അത് പ്രിൻ്റ് ചെയ്ത് ഇറ്റ് വെൻറ്റ് ഇൻ ഓൾ ലാംഗ്വേജസ്. ഇന്ന് ഈ തലമുറയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചോളം റോഡല്ല വിഷയം, പ്രിൻറ്റിംഗ് പ്രസ്സും അല്ല വിഷയം. ഇന്ന് നമ്മുടെ വിഷയം ശരിക്കും പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ എന്താ പറയുക, നമുക്കറിയാം, അതിൻ്റെ ഒരു ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ എന്ന് പറയാം. അതാണ് കറക്റ്റ് വേർഡ്. ഒരു ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ വെട്ടി തുറന്നിട്ടിരിക്കുക. ഈ സൂപ്പർ ഹൈവേയിലൂടെ ഇനി സുവിശേഷം ലോകമെമ്പാടും എത്തിച്ചില്ലെങ്കിൽ അതിന് കുറ്റക്കാരൻ ദൈവമല്ല, ദൈവസഭയാണ്. It is the church's responsibility that we need to take the gospel through this super highway which the Lord has opened for us. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ഇതെല്ലാവരും ഒന്നും പറയുന്നില്ലായിരിക്കും, പക്ഷേ ഇത് പറഞ്ഞേ പറ്റൂ. ഏത് വിധേനയും ഈ സുവിശേഷം സകലയിടത്തേക്ക് നമുക്കൊന്ന് എത്തിക്കണം പ്രിയപ്പെട്ടവരെ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 11-12 വാക്യം. The book of Joshua chapter 5 verse 11 and 12. Joshua 5 11 and 12 ഒന്ന് വായിക്കാം. പെസഹയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ആ ആണ്ട് അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. The manna stopped the day after they ate this food from the land. ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി. അതുവഴി വാഗ്ദത്ത ദേശത്തേക്കാണ് ദൈവം അവരെ വിളിച്ചിറക്കി കൊണ്ടുവന്നത്. ഞാൻ നിങ്ങളെ വിടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോകുന്നല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളെ വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോകും. പക്ഷേ ആ പോകുന്ന വഴിക്കൊരു മരുഭൂമി ഉണ്ടായിരുന്നു. ആ മരുഭൂമിയിലൊരു 40 വർഷം ഒരു നീണ്ട യാത്രയായിരുന്നു. അതും ദാറ്റ്സ് നോട്ട് ഗോഡ്സ് മിസ്റ്റേക്ക്, ദൈവത്തിൻ്റെ കുഴപ്പമല്ല. ഇവരുടെ പിറുപിറുപ്പ് കാരണമോ ഇവരുടെ അനുസരണക്കേട് കാരണമോ അത് നീണ്ടുപോയി എന്നാണ് നമുക്ക് ചരിത്രം അറിയാം. ഇന്നും പക്ഷേ ആ 40 വർഷം ദൈവം വിശ്വസ്തയോടുകൂടി രാവിലെ തോറും അവരുടെ വീടിന് മുന്നിൽ അവിടെ ഹെവൻസ് പ്രൊവിഷൻ ഈസ് വെയിറ്റിംഗ് ദെയർ, അല്ലേ? ദൈവം സ്വർഗത്തിൽ നിന്ന് ഇട്ടുകൊടുത്ത മന്ന അവിടെ മുന്നിലുണ്ടായിരുന്നു. അവർക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, അവർക്ക് വിതയ്ക്കേണ്ടി വന്നില്ല, അല്ലേ? കൃഷി ചെയ്യേണ്ടി വന്നില്ല, ഒന്നും ചെയ്യേണ്ടി. വീട്ടുമുറ്റ ഹോം ഡെലിവറി. ഞാൻ പറയട്ടില്ല, ഇന്നത്തെ ഈ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഇപ്പോഴല്ലേ നമ്മൾ കാണുന്നത്. ശരിക്കും ഇത് തുടങ്ങിയത് ദൈവമാണ്. അല്ല ചോദിക്കേ, അല്ലേ? സ്വിഗ്ഗി നമ്മുടെ വീടിന് മുന്നിൽ കൊണ്ട് ബെല്ലടിച്ച് നിൽക്കുന്ന പോലെ നേരം വേണ്ടി നമ്മൾ ഓർഡർ പോലും ചെയ്യാതെ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് ഡെലിവറി ചെയ്തിട്ട് പോയ ദൈവമാണ്. അപ്പം ഹോം ഡെലിവറി ആദ്യം തുടങ്ങിയത് ആരാ? ഇതൊക്കെ നമ്മൾ കോവിഡ് വന്നപ്പോഴാണ് ഇത് നമുക്ക് കത്തിയത്. പക്ഷേ ഇതെൻ്റെ ദൈവം എന്നേ തുടങ്ങിയതാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന്, അല്ലേ, മന്ന ഇട്ട് തുടങ്ങിയ ഹോം ഡെലിവറിയാണ്. അന്ന് തുടങ്ങിയ ഹോം ഡെലിവറി ഇന്നും തീർന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ പ്രശ്നം നമുക്കെല്ലാം വീട്ടിൽ കൊണ്ട് മുറ്റത്ത് കൊണ്ട് വെച്ചിട്ട് പോകണം. ഇതാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ അങ്ങനല്ല. ദൈവം അവരെ വിളിച്ചത് എന്നും ഹോം ഡെലിവറിയിൽ തൃപ്തരായിരിക്കാനല്ല. നിങ്ങൾ എഴുന്നേറ്റ് വാഗ്ദത്ത ദേശത്ത് പോയിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ വിതയ്ക്കണം. അവിടെ നിങ്ങൾ വാസ്തവമായിട്ടും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവരവിടെ പോയി അവിടുത്തെ വിളവെടുത്ത് കഴിച്ചു തുടങ്ങിയപ്പം മന്ന നിന്നുപോയി. ഇന്നത്തെ വിശ്വാസ സമൂഹത്തിനൊരു ചെറിയ പ്രശ്നം, നന്നേ മന്നായും നോക്കി ഇങ്ങനെ മുകളിലോട്ടിരിക്കുക. അത് നല്ല കാര്യം. മുകളിലോട്ട് നോക്കി ദൈവത്തിൽ നിന്ന് എല്ലാ പ്രൊവിഷനും നമുക്ക് നേടിയെടുക്കണം. പക്ഷേ
ഒരു കാര്യം ഓർക്കണം, മന്ന ആ വീട്ടിലുള്ളവരുടെ എണ്ണത്തിന് ഒത്തവണ്ണം മാത്രമേ ദൈവം കൊടുക്കൂ. അതിൻ്റെ അർത്ഥം ഒരു ഗസ്റ്റ് വന്നാൽ പോലും കൊടുക്കാൻ മന്ന ഇല്ല. കാര്യം എന്താ? ഇറ്റ്സ് ഓൺലി സപ്പോസ് ടു ബി ഫോർ ദ പീപ്പിൾ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഹൗസ്. ഈ മന്ന എടുത്തുകൊണ്ട് അടുത്ത വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും. ഈ മന്ന കൊണ്ട് ഒരു ബർത്ത്ഡേ പാർട്ടി നടത്താൻ പറ്റും. ഈ മന്ന കൊണ്ട് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല. ഈ മന്ന വേറെ ഒന്നിനും പറ്റത്തില്ല. അന്നുള്ള മന്ന. ഇനി മന്ന ഫ്രിഡ്ജിലും വയ്ക്കാൻ പറ്റത്തില്ല, സ്റ്റോർ ഹൗസിലും വയ്ക്കാൻ പറ്റില്ല. കാരണം മന്ന ചീത്തയായിപ്പോവും. അതിൻ്റെ അർത്ഥം അന്നേക്കുള്ള ആവശ്യത്തിന് മാത്രം കൊടുക്കുന്ന ഒരു പ്രൊവിഷൻ. പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ചോളം നമുക്ക് അന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും മാത്രമല്ല, മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമായി തീരാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. വി ആർ നോട്ട് ഓൺലി കോൾഡ് ടു ബി ബ്ലെസ്ഡ്, വി ആർ കോൾഡ് ടു ബി എ ബ്ലെസ്സിങ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ കഷ്ടം, ദൈവസഭ നമ്മൾ മാത്രം അനുഗ്രഹിക്കപ്പെട്ട് ഈ അനുഗ്രഹം മുഴുവൻ നമുക്കായിട്ട് വെച്ചുകൊണ്ടിരിക്കുക. ഇനിയെങ്കിലും ഈ 2026 ഒരു തീരുമാനമെടുക്കണം. ലോർഡ്, താങ്ക് യു ഫോർ blessing us. At the same time, Lord, we understand that we are supposed to be a blessing for others. So we choose to become a blessing to others. മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, എത്ര നാളിങ്ങനെ കൈനീട്ടി മുകളിലോട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്കുള്ളത് മാത്രം മേടിച്ചുകൊണ്ടിരിക്കും? അല്ല, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എഴുന്നേറ്റ് ആ കർത്താവിൻ്റെ പ്രൊവിഷനിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് ആ വാഗ്ദത്ത ദേശത്തേക്ക്, ആ വാഗ്ദത്ത ജീവിതം നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് നമ്മൾ വിശ്വസതയോടെ കാലുകൾ മുന്നോട്ട് വെച്ചാൽ നമ്മൾ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? How many of you believe that? നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. God gives us what we need when we need it. നമുക്ക് ആവശ്യമുള്ളപ്പം ദൈവം നമുക്ക് തരും. And when it is no longer necessary, he replaces it with something greater, usually much greater. മന്ന കൊടുത്തുകൊണ്ടിരുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത. പക്ഷേ മന്ന നിന്നുപോയപ്പം അവിടെ ഒരു പാനിക്കും ഇല്ലായിരുന്നു. കാര്യം മന്ന നിന്നാനായിട്ട് സ്തോത്രം. ഇപ്പോഴെന്താണ്? ഇപ്പം ധാരാളമുണ്ട്. അനേകർക്ക് കൊടുക്കുവാനും അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനുമാണ് ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. അത് വിശ്വസിക്കുന്നവർ ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇവിടെയാണ് ഈ സംഖ്യാപുസ്തകം 14 അധ്യായത്തിൻ്റെ 24 വാക്യത്തിൽ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവൻ്റെ സന്തതി അത് കൈവശമാക്കും. യു കാൻ ഗോ വിത്ത് ദ ഓൾഡ് മൈൻഡ് സെറ്റ് ഇൻ ടു ദ ന്യൂ സീസൺ. ഈ ദിവസങ്ങളിൽ ഞാൻ ചില അനുഭവത്തിൽ ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. മറ്റൊന്നുമല്ല, നമ്മളെ ദൈവം വിളിച്ച വിളിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ഡെസ്റ്റിനി എന്നുള്ളത് ഇസ് എ വെരി സ്ക്രിപ്ചറൽ വേർഡ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിന് കറക്റ്റ് ഒരു മലയാളം, അതിനകത്ത് ഞാനൊരു തർജ്ജമ നോക്കുകയാണ്. ഡെസ്റ്റിനി എന്നുള്ളതിൻ്റെ മലയാളം തലയിലെഴുത്ത്. നമ്മളാരും തലയിലെഴുത്തി വിശ്വസിക്കുന്നില്ല. വിധി, ദൈവകൽപ്പിതം അല്ലേ? നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു ഭാവി, ദൈവം വെച്ചിരിക്കുന്ന ഒരു ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ അത് ദൈവികമാണ്, അത് ദൈവനിശ്ചയമാണ്. അതിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചതെങ്കിൽ അതിലേക്ക് നമ്മൾ ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ അതിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്ന, ചിലപ്പോഴെങ്കിലും എന്നെ തള്ളിവിടുന്ന, ചിലപ്പോഴെങ്കിലും എന്നെ തിരുത്തുന്ന, ചിലപ്പോഴെങ്കിലും ചില അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന ചില വ്യക്തികളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഞാനൊന്ന് ശ്രദ്ധിച്ച് പറയുന്നത് കേൾക്കണം. ചിലപ്പോഴെങ്കിലും ദൈവം എന്നെ വിളിച്ച, ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ഡെസ്റ്റിനിയിൽ നിന്ന് എന്നെ തടയുന്ന ചിലരും എൻ്റെ കൂടെ വരും. നല്ലോണം ശ്രദ്ധിക്കണം. ചിലരെന്നെ സഹായിക്കുന്നവരാണ്, ചിലരെന്നെ തടയുന്നവരാണ്. ഇതിലാരാണ് എന്നെ തടയുന്നവർ, ഇതാരാണ് എന്നെ സഹായിക്കുന്നവരെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തേ ഇല്ല. ചിലപ്പോൾ അവരാണ് ദൈവം എൻ്റെ കൂടെ വെച്ചിരിക്കുന്നത്, ദൈവം വിളിച്ച വിളിയിലേക്ക് ഇവരാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചിന്തിക്കും. പക്ഷേ എന്നെ ആര് കൊണ്ടുപോകുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? അവർ പലപ്പോഴും എന്നെ കൊണ്ടുപോയിട്ടില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവം അത് തന്നെയായിരിക്കും. ചിലർ നിങ്ങളുടെ കൂടെ വലിയ ആവേശത്തിൽ കൂടെ ഇറങ്ങി തിരിച്ചു, വലിയ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് തന്നു, പക്ഷേ ഇന്ന് അവർ നിങ്ങളുടെ കൂടെ ഇല്ല. ശരിയല്ലേ? ഞാനിപ്പം പറയുന്നത് ഹീബ്രുവും ഗ്രീക്കും അല്ല കേട്ടോ, എനിക്ക് ഹിന്ദി അറിയത്തുമില്ല, ഞാനീ പറയുന്നത് പച്ച മലയാളം. ശരിയല്ലേ? നിങ്ങളെല്ലാം പുറകോട്ട് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ ചിലരെ വിശ്വസിച്ചു, അവരെന്നെ സഹായിക്കും, അവരെന്നെ മനസ്സിലാക്കും, അവരെൻ്റെ കൂടെ കാണും എന്ന് ചിന്തിച്ച പലരും നിങ്ങളുടെ കൂടെ ഉണ്ടോ? എന്തു പറ്റി? അതോ ഞാൻ ഭയങ്കര ആത്മീയ മർമ്മങ്ങളാണോ പറയുന്നത്? ഞാൻ പച്ച യാഥാർത്ഥ്യമല്ലേ പറയുന്നത്? നിങ്ങൾ ഓരോരുത്തരും പുറകോട്ട് ചിന്തിച്ച് നോക്കിയേ. എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ
കൂടെ നിന്ന് പലരും ഇന്നില്ല പ്രിയപ്പെട്ടവരെ. ഒരു സീസണിൽ അവരുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം, അവരെ ദൈവം ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ അല്ലേ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ അനേകരെ ദൈവം നമ്മളെ കൊണ്ടുവരും. പക്ഷേ ഒന്നോർക്കണം, നമ്മളെല്ലാവരും നിത്യതയിൽ ചെല്ലുമ്പോൾ എല്ലാവരും അവിടെ കാണും. നല്ലോണം ഓർക്കണം. ഒരു കാലത്ത് നമ്മുടെ കൂടെ നിന്നവർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ അർത്ഥം അവരൊക്കെ പാപികളെന്നല്ല. അവരെ ദൈവം ഒരുക്കി അല്ലേ? അവർ നമുക്കൊരു അനുഗ്രഹമായിരുന്നു, നമ്മൾ അവർക്കും ഒരു അനുഗ്രഹമായിരുന്നു. പക്ഷേ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ട്രാൻസ്പോർട്ടേഴ്സ് ഇവിടെ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് വിട്ടാൽ പല സ്റ്റോപ്പുകളിൽ നിന്ന് പലരിറങ്ങും, പലർ കയറും, പലരിറങ്ങും, പലർ കയറും. ഒടുവിൽ വണ്ടി അവിടെ എത്തും പ്രിയപ്പെട്ടവർ. അതുപോലെ നമ്മൾ ഓരോരുത്തരെയും നമ്മളെ വിളിച്ച വിളിയിലേക്ക് നമ്മൾ ഒടുവിൽ ചെന്നെത്തും. പക്ഷേ ഇതിനിടയ്ക്ക് അനേകരെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവർ നമുക്ക് കൂട്ടായ്മയൊക്കെയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമ്മളെ ശിഷ്യത്വത്തിലേക്ക്, നമ്മളെ കർത്താവിൻ്റെ വേലയിലേക്ക്, ഈ പറഞ്ഞ പല കാര്യം, അത് ആത്മീയമായിട്ടാണ് ഞാനീ പറഞ്ഞത്. അതിനെല്ലാം ഗോഡ് ഹാസ് അപ്പോയിൻറ്റഡ് പീപ്പിൾ ഇൻ ഇറ്റ്സ് ടൈം, അല്ലെങ്കിൽ കർത്താവിൻ്റെ സമയത്ത് അവരെ ദൈവം നമ്മോട് കൂടെ കൊണ്ടുവരും. പക്ഷേ ചിലപ്പോഴെങ്കിലും ഒരു ദേവദാസൻ ഈ ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടു, ദർ ആർ സം ഡെസ്റ്റിനി ബ്ലോക്കേഴ്സ്. അവർ എനിക്ക് ദൈവം വെച്ചിരിക്കുന്ന എൻ്റെ വിളിയിൽ എന്നെ മുന്നോട്ട് വിടാതെ എന്നെ തടയുന്ന ചിലരും ഉണ്ടാവും. അങ്ങനെയുള്ളവരെ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയാണ്, കർത്താവേ, ഹൂ ആദേ, അവരെന്തായി ചെയ്തത്? ആദേ ബ്ലോക്കിംഗ് മീ? അതേ സമയത്ത് ഇനി ബ്ലോക്കേഴ്സിനെ വിടാം. ദർ ആർ സം ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ഓൾസോ. ചിലരെ ദൈവം അയക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ വിളിച്ച വിളിയിലേക്ക് നമ്മളെ മുന്നോട്ട് നമ്മുടെ കൂടെ നിൽക്കാനും, നമ്മളെ ധൈര്യപ്പെടുത്താനും, നമ്മളെ സഹായിക്കാനും, നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ദൈവം ചിലരെ കൈപിടിച്ച് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് കൊണ്ടുവരും. അങ്ങനെയെങ്കിൽ ഈ 2026 ലെറ്റ് ദ ലോർഡ് സെൻഡ് സം ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ടു അസ് സോ ദാറ്റ് എന്നെ വിളിച്ച വിളിയിലേക്ക്, എൻ്റെ കുടുംബമായി എന്നെ വിളിച്ച വിളി, നിങ്ങൾ ഓരോരുത്തരും പറയുക, കർത്താവെ, എന്നെക്കുറിച്ചുള്ള വിളി, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ വിളി, എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല എൻ്റെ അടുത്ത തലമുറയും കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയിലും എന്നെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനായി ദൈവം നിയമിച്ചാക്കിയിരിക്കുന്ന വ്യക്തികളെ നീ അവിടുന്ന് കർത്താവെ കൂടി ചേർക്കുമാറാക്കണമേ എന്നൊന്ന് പറഞ്ഞാട്ട്. ഒരുപക്ഷെ ഇതിനു മുമ്പ് ഇന്നലെ ഉണ്ടായിരുന്നവരായിരിക്കണമെന്നില്ല, നാളെ ആരൊക്കെയാണ് കൂടെ വരാൻ പോകുന്നതെന്ന് അറിയുന്നില്ല. പക്ഷെ ദൈവഹിതപ്രകാരമുള്ളവരെ കൂടെ കാണുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ എല്ലാവരും ചേർന്ന് അങ്ങനെയുള്ള എല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ നാൾ വരെയും ദൈവം അങ്ങനെ അയച്ച ഓരോരുത്തർക്കായിട്ടും സ്തോത്രം ചെയ്യാം. എല്ലാവരും വായെടുത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കർത്താവേ, ഇതുവരെ എന്നെ ധൈര്യപ്പെടുത്തുവാൻ എൻ്റെ ജീവിതത്തിലേക്ക് നീ അയച്ച ഓരോ വ്യക്തികൾക്കായിട്ട് സ്തോത്രം, ഓരോ ദൈവദാസന്മാർക്കായിട്ട് സ്തോത്രം. നിങ്ങൾ ആരും ആദ്യം രക്ഷിക്കപ്പെട്ടു വന്ന സഭയൊന്നും ആയിരിക്കത്തില്ലല്ലോ. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ഒന്നിലധികം സഭയിൽ ഇതിനോടകം നിങ്ങൾ അനുഭവം ഉണ്ടായിരുന്നിരിക്കും. എല്ലാവർക്കും ഏതെങ്കിലും സഭയിൽ പോയ വേദനകളെ പറ്റിയാണ് പറയാനുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ പറയട്ടെ, വേദനകൾ അല്ലേലും കിട്ടും പ്രിയപ്പെട്ടവർ. ഞാൻ ചോദിച്ചോട്ടെ, സഭയിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് വേദന കിട്ടുന്നുള്ളൂ? നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വേദന കിട്ടുന്നില്ലേ? നിങ്ങൾക്ക് ജോലിയിൽ നിന്നെടുത്ത് വേദന കിട്ടും, നിങ്ങളുടെ അയൽവക്കത്ത് വേദന കിട്ടുന്നില്ലേ? നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് വേദന കിട്ടിയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ സഭയിലുള്ള വേദനയാണോ ഏറ്റവും വലിയ വേദന? ഇന്ന് ഞാൻ എവിടെ തിരിഞ്ഞാലും അനേകർ പറയുന്ന ഒറ്റ ഒരു പരാതി, ഞങ്ങളൊരു ചർച്ചയിൽ പോയി ആവശ്യത്തിന് കിട്ടി ബ്രദറെ. അതിൻ്റെ അർത്ഥം എവിടെയോ പോയി മുറിഞ്ഞു എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൽ മുഴുവൻ മുറിവല്ല ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒരിടത്ത് മുറിവ് കിട്ടിയെങ്കിൽ അടുത്തടുത്ത് നമുക്ക് ആശ്വാസവും വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരത്തെ. നമ്മുടെ കർത്താവ് മുറിക്കുന്നവൻ മാത്രമല്ല, മുറി കെട്ടുന്നവനും കൂടിയാണ്. അവൻ ബ്രേക്സ് അറ്റ് ദ സെയിം ടൈം ഹി ഹീൽസ് ഓൾസോ അല്ലേ? അവൻ നമ്മളെ മുറിക്കും, ശരിയാണ്. പക്ഷേ ആ മുറിവൻ്റെ ജീവിതത്തിന് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. അതെന്നെ അവൻ മുറിച്ചത് നല്ലോണം ഓർക്കണം. മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ, അതുകൊണ്ട് തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകയില്ല അല്ലേ? ഞാൻ ഒരിക്കലും, ദൈവം നമ്മളെ ചിലപ്പോഴൊക്കെ ഒന്ന് ഡിസിപ്ലിനിൻ്റെ ഭാവമായിട്ട് ചില ശിക്ഷകളൊക്കെ തരും പ്രിയപ്പെട്ടവരെ. അത് ചിലപ്പം ചർച്ചയിൽ നിന്നും തരും, അതിന് ചിലപ്പം ചില ദൈവദാസൻ വരെയും ദൈവം ഉപയോഗിച്ച് കാണും. അതുകൊണ്ട് നമ്മൾ നല്ലോണം, നീതിമാൻ എന്നെ അടിക്കുന്നതിൻ്റെ തലയ്ക്ക് എണ്ണ അല്ലേ, എൻ്റെ തലയിൽ എണ്ണ ആവശ്യമാണ്. എണ്ണ ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. പക്ഷേ ആ എണ്ണ എന്ന് പറഞ്ഞാൽ എണ്ണ ഇങ്ങനെ എന്നെ തണുപ്പിക്കുന്ന എണ്ണയല്ല, ചിലപ്പം നീതിമാൻ അടിക്കുന്ന ഒരു അടി കിട്ടിയപ്പോൾ അടിയായിരുന്നു, പക്ഷേ എഫക്റ്റിൽ അത് എന്തായി? എണ്ണയായി. ദാറ്റ് വാസ് എ ഹീലിംഗ് ബാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ 1-ാം ആഴ്ച ഒരു തീരുമാനം നമുക്ക് കിട്ടും. കർത്താവേ, എനിക്ക് കിട്ടിയ അടിക്കായിട്ടെല്ലാം സ്തോത്രം. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ, അതും പ്രത്യേകിച്ച് എൻ്റെ തലയിൽ വെച്ച എണ്ണയായിരുന്നു എന്ന് പറഞ്ഞാൽ തലയിലോട്ടൊന്ന് കൈവച്ചിട്ട്, കർത്താവേ, എൻ്റെ തലയിൽ കിട്ടിയ എണ്ണയ്ക്കായിട്ട് സ്തോത്രം. പക്ഷേ അടി പാർസലായിട്ടാണ് വന്നത്, പക്ഷേ എൻ്റെ തലയിൽ വന്ന എണ്ണയാണ് പ്രിയപ്പെട്ടവരെ.
എണ്ണയാണ്. നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുള്ള പാസ്റ്റർമാർക്കായിട്ട് എല്ലാം ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്, ഒന്ന് പറഞ്ഞാട്ട്. ഞാൻ 30 വർഷമായിട്ട് ഒരേ സഭയിൽ ഇരിക്കുക കേട്ടോ. എൻ്റെ മേളിൽ ഒരു വഴക്ക് പറയാൻ ഇപ്പോൾ ഒരു പാസ്റ്ററും ഇല്ല, അതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, പക്ഷേ എന്നെ അതിന് മുമ്പ് വഴക്ക് പറഞ്ഞിട്ടുള്ള ഒത്തിരി പാസ്റ്റർമാരും ഇപ്പോഴും തെറി പറയുന്ന ഒത്തിരി പാസ്റ്റർമാരും ഉണ്ട് കേട്ടോ. എല്ലാവർക്കായിട്ടും സ്തോത്രം. അതൊക്കെ നമ്മുടെ തലയിൽ എണ്ണയാണ് പ്രിയപ്പെട്ടവരെ, എണ്ണയാണ്. അതുകൊണ്ട് ആരോടും ഒരു വൈരാഗ്യവും ഒരു അമർഷം ഒന്നും വെച്ചുകൊണ്ട് ഇനി ഈ പുതിയ വർഷത്തിലേക്ക് ആരും പോരുതേ. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അയച്ച ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇവിടെ ഓർക്കണം, നമ്മൾ ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്ത ദേശത്തേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ കുനിഞ്ഞ് ഈ മന്ന പറക്കിക്കൊണ്ടിരുന്നാൽ പറ്റത്തില്ല. നമ്മൾ അധ്വാനിക്കണം പ്രിയപ്പെട്ട. ഇന്നത്തെ ഏറ്റവും വലിയ കഷ്ടം, എല്ലാം ദൈവം അങ്ങ് തരണം, ഞാനൊന്നും ചെയ്യത്തില്ല, അല്ലേ? അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റോടെ ഇരിക്കുന്ന ഒത്തിരി വിശ്വാസികളെ ഞാനിന്ന് സഭകളിൽ കാണാറുണ്ട്. പക്ഷേ ബൈബിൾ അങ്ങനെ ഒരിക്കലും പറയുന്നത്, ഒരു സമയത്തേക്ക് അവർക്ക് അധ്വാനിക്കാൻ പറ്റത്തില്ല, അതിനുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു. അവർക്ക് വീട്ടുമുറ്റത്ത് ഭക്ഷണം കൊണ്ട് കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ അധ്വാനിച്ച് അവരെന്ത് ചെയ്യണമായിരുന്നു? അവരവരുടെ ഉപജീവനം കഴിക്കണമായിരുന്നു. പക്ഷേ അങ്ങനെ അധ്വാനിക്കുമ്പം അതിനൊരു ഡിഗ്നിറ്റിയുണ്ട്, അതിലൊരു സന്തോഷമുണ്ട്. ഇനി അങ്ങനെ അധ്വാനിക്കുമ്പം ദൈവം അനുഗ്രഹിക്കുമ്പം ആ അധ്വാന ഫലം കൊണ്ട് ഞാൻ അനേകർക്കൊരു അനുഗ്രഹം ആയി മാറും എന്നുള്ള കാര്യം മറക്കരുത്. ഇന്ന് ഈ ഒന്നാമത്തെ ഞായറാഴ്ച ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് സഭയോട് പറയാൻ പറഞ്ഞൊരു കാര്യം, 2 കാര്യമാണ്. വി ആർ കോൾഡ് ഓൺ എ മിഷൻ. നമുക്ക് ഒരു ദൗത്യം ദൈവം തന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു വാക്യം നമുക്കിങ്ങനെ വായിക്കുകയാണെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം, ആക്ട്സ് ചാപ്റ്റർ 1 and verse 8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. നമുക്ക് മത്തായി സുവിശേഷത്തിൽ നമുക്കറിയാം, 24-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, മാത്യു ചാപ്റ്റർ 24 verse 14. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. ആൻഡ് ദിസ് ഗോസ്പൽ ഓഫ് ദ കിങ്ഡം വിൽ ബി പ്രീച്ച്ഡ് ഇൻ ഓൾ ദ വേൾഡ് ആസ് എ വിറ്റ്നസ് ടു ഓൾ ദ നേഷൻസ് ആൻഡ് then the end will come. അപ്പോൾ അവസാനം വരും. നമ്മൾ ഈ സുവിശേഷം പറയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്ക് അവസാനം വരണ്ട, അല്ലേ? അവസാനത്തെ പേടിക്കുന്നവരാ. പഴയ വിശ്വാസികളൊക്കെ ശ്രദ്ധിച്ചേ, അവരെൻ്റെ കർത്താവേ നീ എന്ന് വരുമോ എന്ന് പറഞ്ഞ് മുകളിലോട്ട് നോക്കി പാട്ടും പാടിക്കൊണ്ടിരിക്കും. ഇന്ന് നമ്മളൊക്കെ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരല്ലേ കർത്താവേ എന്നിരിക്കുക. കാര്യം വന്നാൽ പോവോ എന്നുള്ള ഉറപ്പില്ല, അതാ പ്രശ്നം. ഇന്നത്തെ ഏറ്റവും വലിയ കഷ്ടം, ഇന്ന് സഭയിലിരിക്കുന്ന ആവറേജ് ഒരു വിശ്വാസികൾക്ക് നിത്യതയെക്കുറിച്ച് വലിയ ഉറപ്പുമില്ല, കർത്താവിൻ്റെ വരവിൽ പോകുമെന്നുള്ള ആ ഒരു ഇതുമില്ല. പക്ഷെ ഇന്ന് ഓർക്കണം, നമുക്ക് ഈ 2026 മടങ്ങി വരണം. എന്താണ്? ഈ നിമിഷം ഞാൻ മരിച്ചാൽ എൻ്റെ കർത്താവിന് സന്നിധിയിൽ പോകും, അതൊന്ന്. 2, കർത്താവ് അടുത്ത നിമിഷം വന്നാൽ കർത്താവിനോടൊപ്പം ഞാനും ആയിരിക്കും. ആ പ്രത്യാശ ഉള്ളവരെല്ലാം ഒന്ന് കരങ്ങളൊടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചിലർക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ അങ്ങ് പോയി. കാര്യം എന്തിനാണ് ഒന്നാമത്തെ ഞായറാഴ്ച കള്ളം പറയുന്നത്? ഇന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ അറച്ചറച്ച് പൊക്കിയവർ, സത്യം പറഞ്ഞാൽ ഇനി അടുത്തൊരു ചോദ്യം ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ അറച്ചല്ല കൈ പൊക്കേണ്ടത്, 2 കൈയും എഴുന്നേറ്റ് നിന്ന് പൊക്കാൻ. എൻ്റെ കർത്താവ് ഇപ്പം വന്നാൽ, ഇപ്പം കാഹളം ധ്വനിച്ചാൽ ഞാൻ പറന്ന് എൻ്റെ കർത്താവിനോട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും പിന്നീട് ജീവനോടിരിക്കുന്ന, നെഞ്ചിലോട്ടെന്ന് കേൾപ്പിച്ചോണ്ട് പറഞ്ഞ്, പിന്നീട് അന്ന് ജീവനോടിരിക്കുമെങ്കിൽ ഞാനും ചേർന്ന് അവരോട് കൂടെ വാനമേഘങ്ങളിൽ എൻ്റെ കർത്താവിനെ എതിരേൽപ്പാൻ ഞാൻ പറന്ന് കയറി ചെല്ലും എന്ന് പ്രത്യാശയുള്ളവർ എല്ലാവരും ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രത്യാശ. പക്ഷേ ആ പ്രത്യാശയോടെ നമ്മൾ ജീവിക്കുമ്പം ഒരു വലിയ ഉത്തരവാദിത്വം കൂടെ ദൈവം, ഇറ്റ്സ് എ പ്രിവിലേജ് അല്ലേ? ഇറ്റ്സ് എ പ്രിവിലേജ് ടു ഗോ ആൻഡ് ടു ബി വിത്ത് ദ ലോർഡ്. കർത്താവിനോടൊപ്പം പോകാമെന്നുള്ളത് വലിയൊരു പദവിയാണ്. പക്ഷേ ആ പദവിയോടൊപ്പം ദൈവം ഒരു വലിയ ഉത്തരവാദിത്വം തരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ആൻഡ് ദ ഗോസ്പൽ ഓഫ് ദിസ് കിങ്ഡം, ഈ രാജ്യത്തിൻ്റെ സുവിശേഷം സകലരോടും പ്രസംഗിക്കപ്പെടണം. ആര് പ്രസംഗിക്കും? ഇനി ഡോക്ടർ ബില്ലിഗ്രാം വരുമോ? ഇല്ല. ആരാണ് അടുത്ത ബില്ലിഗ്രാം? നെഞ്ചിലോട്ട് കൈവച്ചേ, ഞാനാ.
ഇവിടെയാണ് മിഷൻ എന്നുള്ളൊരു വാക്ക് നമുക്ക് ആ കൂടി മലയാളിക്ക് അറിയാവുന്ന ഒരു മിഷനേ ഉള്ളൂ, അത് തയ്യൽ മിഷനാണ്. അല്ല, ബൈബിളിൽ ഒരു മിഷനുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം ഒരു ലാറ്റിൻ വേർഡാണ്, സെൻഡിങ് എന്നേ ഉള്ളൂ, അയക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അവിടെയെങ്കിൽ നമ്മളെ അയക്കുന്നത് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് മിഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു മിഷനാണ്. എന്താണ് ഈ മിഷൻ? ഇറ്റ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് ജീസസ് മിനിസ്ട്രി വിച്ച് ഹി സ്റ്റാർട്ടഡ് 2000 years ബാക്ക്. 2000 കൊല്ലം മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തുടങ്ങി വെച്ച ആ ദൗത്യം തുടരുവാനാണ് ദൈവം എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുന്നത്. അത് എത്ര പേര് വിശ്വസിക്കുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ വേദപുസ്തകം പറയുന്നത് ദിസ് ബൈബിൾ നോട്ട് ഓൺലി കോൾസ് us ടു കം ടു ഹിം, ദ ബൈബിൾ അഗെയിൻ ടെൽസ് us ടു ഗോ ഫോർ ഹിം. അവൻ്റെ അടുത്തേക്ക് വരുവാൻ മാത്രമല്ല ആഹ്വാനം തരുന്നത്, അവൻ്റെ അടുത്തേക്ക് വന്നവർ ഈ സുവിശേഷമായിട്ട് പോകണമെന്നും കൂടാണ്. കം അൺ ടു മീ എന്ന് യേശു വിളിച്ചു. പക്ഷേ എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞ യേശു പിന്നെന്താ പറഞ്ഞത്? നിങ്ങൾ സകല ജാതികളുടെ അടുത്തേക്കും പോയി എൻ്റെ സാക്ഷികളായി നിങ്ങൾ എൻ്റെ സുവിശേഷം പറയണം. അങ്ങനെയെങ്കിൽ ആ സെൻഡിങ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഗോ ആൻഡ് ടെൽ ഓൾ പീപ്പിൾ എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് എ ജനറൽ സജഷൻ. അതൊരു സജഷൻ അല്ല, ഇറ്റ്സ് മാൻഡേറ്ററി, ഇറ്റ്സ് എ കമാൻഡ്മെൻറ്റ്. അതൊരു കൽപ്പനയാണ് അല്ലേ? ഒരു കമാൻഡ്മെൻറ്റ് നമ്മൾ അനുസരിക്കാതിരുന്നാൽ അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്താൽ ദാറ്റ് ഈസ് ഡിസൊബീഡിയൻസ്. അല്ല ചോദിക്കേ, നിങ്ങളുടെ ബോസ് നിങ്ങൾക്കൊരു ഡ്യൂട്ടി തന്നു, നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ടീച്ചർ, നിങ്ങളുടെ പ്രൊഫസർ ഒരു അസൈൻമെൻറ്റ് നിങ്ങൾ ചെയ്യുന്നില്ല. അല്ല ചോദിക്കേ, ഇപ്പോൾ സർക്കാർ ഒരു നിയമം പാസ്സാക്കി എല്ലാവരും പോയി രജിസ്റ്റർ ചെയ്യണം, ആധാർ കാർഡ് എടുക്കണം. ഞാൻ ആധാറൊന്നും എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുമോ? ഇല്ല, എല്ലാവരും പോയി ആധാർ എടുത്തു എന്ന് പറയുന്ന പോലെ ഒരു നിയമം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അനുസരിക്കണം. അങ്ങനെയെങ്കിൽ ആ നിയമം അനുസരിക്കാതിരുന്നാൽ അത് അനുസരണക്കേടാ. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ നിയമങ്ങളെക്കാട്ടിലും ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ നമ്മളോടൊരു കൽപ്പന കൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഈ സുവിശേഷം സകലരോടും പോയി പറയണം. അത് ജീവിതം കൊണ്ട് പറയണം, വേണമെങ്കിൽ മാത്രം വാ കൊണ്ട് പറഞ്ഞേക്കണം. പക്ഷെ ഇന്നത്തെ പ്രശ്നം വാ കൊണ്ട് മാത്രമേ സുവിശേഷം പറയുന്നുള്ളൂ, ജീവിതം കൊണ്ട് നമ്മൾ സാക്ഷിയായി സുവിശേഷം പറയുന്നില്ല. അപ്പം ഈ ഒരു അനുസരണക്കേട് സഭ കാണിച്ചുകൊണ്ട് ഇത്രയും നാളായിട്ടിരിക്കുക. ഈ പുതിയ വർഷത്തിൽ ഈ അനുസരണക്കേട് നമ്മൾ നിർത്തിയിട്ട് നമ്മൾ അനുസരിച്ചു തുടങ്ങും. ദ ഹോൾ ചർച്ച് ഷുഡ് ഗിവ് ദ ഹോൾ ഗോസ്പൽ ടു ദ ഹോൾ വേൾഡ്. എന്താണ്? മുഴുവൻ സഭയും മുഴുവൻ സുവിശേഷവും മുഴുവൻ ലോകത്തോടും പോയി പ്രസ്താവിക്കണം. അതിനാണ് ദൈവം സഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഇനി ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് നേരത്തെ കഴിവും വിളിയും കൃപയും അഭിഷേകവും അത് നല്ല പറഞ്ഞു പിടിപ്പിക്കാനുള്ള കഴിവുള്ളവരൊക്കെ പോയി പറയട്ടെ ബ്രദറെ, എനിക്കതിന് പരാതിയൊന്നുമില്ല. അവർ പോയി പറഞ്ഞോളൂ അല്ലേലും. പക്ഷേ അവിടെ ഓർക്കണം, യു മേ ബി ദ ഓൺലി ക്രിസ്ത്യൻ സം പീപ്പിൾ വിൽ എവർ നോ. അതാണ് വേറൊരു പ്രശ്നം. ചിലപ്പോൾ നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ നിങ്ങളുടെ ചില കൂട്ടുകാർക്ക് ആകെ കൂടി അറിയാവുന്ന ഏക ക്രിസ്ത്യാനി. അതിൻ്റെ അർത്ഥം ആ നിങ്ങൾ തന്നെ ആ വ്യക്തിയോട് യേശുവിനെ പറ്റി പറയണമായിരുന്നു. എത്ര പേർക്ക് കത്തിയത് പറഞ്ഞപ്പോൾ? ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയല്ലേ. യു മേ ബി ദ ഓൺലി ക്രിസ്ത്യൻ സം പീപ്പിൾ വിൽ എവർ നോ. അവർക്ക് വേറെ ക്രിസ്ത്യാനികളെ അറിയത്തില്ല, നിങ്ങളെ മാത്രമേ ഒരു ദൈവ പൈതലായിട്ട് അറിയത്തുള്ളൂ. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ജനറലാണ്. മേ ബി യു ആർ ദ ഓൺലി ബിലീവർ, സം അതേഴ്സ് വിൽ നോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിഡ് യു ഡു യുവർ ഡ്യൂട്ടി? ആ വ്യക്തിയോട് നിങ്ങൾ ആ യേശുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലേ? ഇവിടെയാണ് യുവർ മിഷൻ ഈസ് എ വണ്ടർഫുൾ പ്രിവിലേജ്. നിങ്ങളുടെ ഈ ദൗത്യം അതൊരു വലിയ പ്രിവിലേജാണ് പ്രിയപ്പെട്ടവരെ. യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത് തൻ്റെ കൂടെ കോ ലേബറേഴ്സ് എന്ന, കൂട്ടുവേലക്കാരെന്ന, കർത്താവിനോട് കൂടെ കൂട്ടുവേലക്കാരാകുക എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ, അല്ലേ? അവിടെയാണ് നല്ലവണ്ണം നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. നമുക്ക് മറ്റുള്ളവരോട് കാണിക്കാവുന്ന ഗ്രേറ്റസ്റ്റ് കൈൻഡ്നെസ് എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ കരുണ മറ്റുള്ളവരോട് ചെയ്യാവുന്ന എന്താണെന്നറിയാമോ? യു ക്യാൻ ഷെയർ ദ ഗ്രേറ്റസ്റ്റ് ന്യൂസ്. ഈ ലോകം കേട്ടിട്ടുള്ളതിലും വെച്ച് ഇനി ഒരിക്കലും ഇതിലും വലിയൊരു വാർത്ത കേൾക്കാനുമില്ല. എന്താണ് ആ വലിയ വാർത്ത? നിങ്ങൾ നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിത്യത കർത്താവായ യേശു ക്രിസ്തു ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യതയിലേക്ക് നിങ്ങൾ ചെല്ലണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം, നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇതാണ് ആ സുവിശേഷം, നല്ല വിശേഷം. ഈ ഗ്രേറ്റസ്റ്റ് ന്യൂസ് എന്തുകൊണ്ട് നമ്മൾ പോയി പറയുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ വിഷയം. പ്രിയപ്പെട്ടെ, ഇന്ന് ലോകം മുഴുവനും നോക്കിയാൽ
പീപ്പിൾ ആർ ഹോപ്പ്ലെസ് വിത്തൗട്ട് ക്രൈസ്റ്റ്, അല്ലേ? ക്രിസ്തുവിനെ കൂടാതെ ഒരു പ്രത്യാശ ഇല്ലാതിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഈ മിഷൻ ഹാസ് എറ്റേണൽ സിഗ്നിഫിക്കൻസ്. നമ്മുടെ ഈ ദൗത്യത്തിന് നിത്യമായ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവർ. അത് നമ്മൾ മറക്കരുത്. ലോകത്തുള്ള ഒരു ജോലിക്കും, ഒരു അച്ചീവ്മെൻറ്റിനും, ഒരു ലക്ഷ്യത്തിനും, അല്ലേ, ഒരു ഗോൾ, ഇതൊന്നും ലാസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ ഈ ലോകത്ത് മറ്റെന്തൊക്കെ ആയിത്തീർന്നാലും, നിങ്ങൾ എന്തൊക്കെ നേടിയാലും അതിനൊന്നും ഒരു പ്രസക്തിയും ഇല്ല. ഈ പറഞ്ഞ എറ്റേണൽ ഒരു പ്രസക്തിയുള്ളത് സുവിശേഷം ഞാൻ ഒരാളോട് പറഞ്ഞ് ഒരാത്മാവിനെ രക്ഷയിലേക്ക് കൊണ്ടുവന്നാൽ, നിത്യതയ്ക്ക് ഒരാളെ ഞാൻ അവകാശിയാക്കി തീർത്താൽ, അതുപോലെ സിഗ്നിഫിക്കൻ്റായിട്ടൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലൂടെ വേറെ ചെയ്തെടുക്കാൻ ഇല്ല പ്രിയപ്പെട്ടവരെ. ഇവിടെയാണ് നല്ലവണ്ണം ഓർക്കണം. യുവർ മിഷൻ ഗിവ്സ് യുവർ ലൈഫ് മീനിങ്. എന്താണ് നിങ്ങളുടെ മിഷൻ? എന്താണ്? എനിക്ക് ഒരു കുടുംബം തന്നു, കുറേ കുഞ്ഞുങ്ങളെ വളർത്തി, അവരെയൊക്കെ പഠിപ്പിച്ച്, അവരെയൊക്കെ കെട്ടിച്ച്, അവർക്കൊക്കെ വീടുണ്ടാക്കി, പിന്നെ അവരുടെ ഓരോരുത്തരുടെയും സൗകര്യമാനാണെങ്കിൽ അവരുടെ പ്രസവത്തിന് പോയിട്ട് വരണം. ഇങ്ങനെ ഇതിനു വേണ്ടി മാത്രമല്ല നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. നമുക്കൊരു വലിയ മിഷൻ ദൈവം തന്നിട്ടുണ്ട്. എന്താണ് ആ മിഷൻ? ഈ പറഞ്ഞ പോലെ ഗ്രേറ്റസ്റ്റ് വാല്യൂ, എറ്റേണൽ വാല്യൂ ഉള്ളൊരു മിഷൻ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ മിഷനാണ് എൻ്റെ ജീവിതത്തിന് മൂല്യം തരുന്നത്. എന്താണെന്നറിയത്തില്ല. ഈ ഹോളി വന്നപ്പം ഞാൻ പറയുന്ന വാക്കുകളൊക്കെ ഈ പറഞ്ഞ വലിയ കടുകട്ടിയ വാക്കുകൾ. നിങ്ങൾ എന്നെ നോക്കുന്നുണ്ടാത്തൊന്നും ഇയാൾക്ക് എന്ത് പറ്റി? ഞാനിത് വളരെ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഞാൻ ഈ വരികൾ കുറിച്ചോട്ട് വന്നത്. എന്താണെന്നറിയാമോ? ഇനി ഇതാണ് പ്രസക്തം പ്രിയപ്പെട്ടവരെ, അല്ലാത്തതിനൊന്നും വലിയ പ്രസക്തി ഇല്ല. ഇനി ദൈവരാജ്യ സംബന്ധിയായ കാര്യങ്ങളും നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളും അതിനാണ് ഇനി പ്രസക്തി ഉള്ളത് പ്രിയപ്പെട്ടവരെ. ഇനി സഭയ്ക്ക് അതായിരിക്കണം പ്രസക്തമായ കാര്യങ്ങൾ. അല്ലാത്തതൊക്കെ ഈ പറഞ്ഞ നമ്മൾ പതുക്കെ അങ്ങ് ഒഴിവാക്കി വെച്ച് ലെറ്റ്സ് ബി സീരിയസ് ഡൂയിങ് ദ വർക്ക് ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ. ഈ ഗോസ്പൽ ഈസ് മെൻറ്റ് ഫോർ ദ ഹോൾ വേൾഡ്. ഈ സുവിശേഷം ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, സകല ലോക മനുഷ്യർക്കുമുള്ളതാണ്. ഇനി ആ സകല ലോക മനുഷ്യരിലേക്കും കൊണ്ട് കൊടുക്കുവാനുള്ള സുവിശേഷം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെയാണ്, ദൈവസഭയാണ്. We cannot, the truth of the matter is we cannot save anyone, but we can always preach the gospel. നമുക്കാരെയും രക്ഷിക്കാൻ കഴിയത്തില്ല, പക്ഷേ ഈ രക്ഷാകരമായ ദൂത്, ഈ സുവിശേഷം നമുക്ക് കൊടുക്കാൻ കഴിയും. ഈ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടും, എന്നിട്ട് മാത്രമേ അവസാനം വരത്തുള്ളൂ. അപ്പം ഇവിടെ ഒരു കാര്യം ഓർത്തോണം. നമ്മുടെ ഫൂളിഷ്നെസ് ഓഫ് അവർ പ്രീച്ചിങ് എന്നൊരു വാക്കുണ്ട്. എൻ്റെ പ്രസംഗത്തിൻ്റെ ഭോഷത്വം നിമിത്തവും ദൈവത്തിന് ചിലരെ രക്ഷിക്കാൻ കഴിയും. ഇന്ന് എത്ര പേരൊന്ന് സമർപ്പിക്കും? ഇവിടെ എൻ്റെ കൂടെ ചേർന്ന്, അപ്പോൾ ദ മിഷൻ എന്നൊരു വാക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് കൂടെ തന്നത്. പക്ഷേ ഈ മിഷൻ നടക്കണമെങ്കിൽ എൻ്റെ കൂടെ ഒരു വാക്കും കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷിയാവും. അവിടെയാണ് വി നീഡ് ദ അനോയിൻറ്റിങ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ നമുക്ക് സാക്ഷിയാകാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്ക് ആരോടും യേശുവിനെ പറ്റി പറയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരുടെ കുത്തകയൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ റൂഹ അത് ഈ പറഞ്ഞാൽ ചിലർക്ക് മാത്രം, അത് ഏറ്റവും വിശുദ്ധരായ മനുഷ്യർക്ക് മാത്രമല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ആർക്കും ഒരു അപ്പനോട് ചെന്ന് മക്കൾ ചോദിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ അപ്പനോട് ചോദിക്കാം, ആത്മാവിനെ തരണമേ എന്ന്. അങ്ങനെയെങ്കിൽ അല്ലേ, ഒരു അപ്പൻ മകൻ ചോദിച്ചതല്ലേ കൊടുക്കത്തുള്ളൂ, ചോദിക്കാത്ത അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യം കൊടുക്കുമോ? അങ്ങനെയെങ്കിൽ യേശു തന്നെ പറഞ്ഞു, അപ്പനോട് ചോദിക്കുന്ന പോലെ ചോദിച്ചാൽ, അപ്പൻ ചോദിച്ചാൽ അപ്പമല്ലേ കിട്ടുകയുള്ളൂ. അതുപോലെ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ ദൈവം നമുക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ തരും. എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുക. 2 കാര്യങ്ങൾ. നമുക്കൊരു ദൗത്യം ദൈവം തന്നിട്ടുണ്ട്. ആ ദൗത്യ നിർവഹണത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. ബുദ്ധിയിൽ പറ്റത്തില്ല, മുൻ അനുഭവത്തിലും പറ്റത്തില്ല, എൻ്റെ യുക്തി കൊണ്ടും ഇത് പറ്റത്തില്ല. പക്ഷേ ബൈ ദ പവർ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് പറഞ്ഞ ആ വചനപ്രകാരം ആ ആത്മാവിനാൽ അത്രേ നമുക്ക് ആ പ്രവൃത്തി ചെയ്ത് തികയ്ക്കുവാൻ നമുക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്നവരും, ഈ 2026 മറ്റെന്ത് നേടുന്നതിനെക്കാട്ടിലും, മറ്റെന്തായിത്തീരുന്നതിനെക്കാട്ടിലും, അതിനെക്കാട്ടിലുമൊക്കെ മുമ്പ് നമുക്ക് കർത്താവിൻ്റെ സാക്ഷിയായിത്തീരണം.
കർത്താവിൻ്റെ സാക്ഷിയായി തീരണം. ഇന്നലെ രാവിലെ ഒരനുഭവം പറയാം. ഇന്നലെ രാവിലെ അമേരിക്കയിൽ നിന്നൊരു സഹോദരി എന്നെ വിളിച്ചു. എന്നിട്ട് ഫോൺ എടുത്തിട്ട് അങ്ങ് കരയുക. ഞാൻ പറഞ്ഞു, ആരെയും കരയുന്നത്? നമ്മൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഈ എന്ത് നമ്പറായിരുന്നു കൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് വെളിയിൽ നിന്നാണ് വന്നത്. ഞാൻ പറഞ്ഞത് ആരാ, എന്താ ബ്രദറെ? ഞാൻ വിളിച്ചത് മറ്റൊന്നിനുമല്ല. 30 വർഷം മുമ്പ് 1995 താങ്കളും ഭാര്യയും വേറെ ആരും കൂടെ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് വന്ന് എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് സുവിശേഷമൊക്കെ പറഞ്ഞിട്ട് പോയി. എൻ്റെ പപ്പായും മമ്മിയൊക്കെ മരിച്ചു. ഞങ്ങൾ വീണ്ടും മക്കൾ അമേരിക്ക വന്നു. പക്ഷേ ഇന്ന് 30 വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളുടെ നമ്പർ തപ്പിയെടുത്ത് വിളിക്കുക. അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് അന്ന് സുവിശേഷം പറഞ്ഞതിനായിട്ട് നന്ദി, ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചതിനായിട്ട് നന്ദി. ഞങ്ങളെല്ലാം കത്തോലിക്കരാണ്, കുട്ടനാട്ടുകാരാണ്. പക്ഷേ എൻ്റെ അപ്പനും മരിച്ചു, അമ്മയും മരിച്ചു, പക്ഷേ ഞാൻ ഇന്നിങ്ങനെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നീണ്ട ഒരു 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 മെസ്സേജും അനുശേഷം എനിക്ക് അയച്ചു തന്നു. ഞാൻ കുത്തിയിരുന്ന് ആലോചിച്ചു, ഇത് എനിക്ക് പിടികിട്ടുന്നില്ല, ഇത് ആരാ, എന്ന്, ഏത് വീട്ടിൽ പോയി. പിന്നെ എനിക്കൊരു ഓർമ്മ ഉണ്ട്. ഞാൻ അത് ഒരു ഊഹം വെച്ച് ഞാൻ ഒരാളെ വിളിച്ചു ചോദിച്ചു, നമ്മളാണോ ആ വീട്ടിൽ? അതെ, ഓർമ്മയില്ലേ, നമ്മൾ ആ വീട്ടിൽ പോയി. എന്താ? ഞാൻ അവരുടെ മകൾ എന്നെ വിളിച്ചു. 30 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ വൈകിട്ട് ആരോട് പറയായിരുന്നു, ഈ 30 വർഷം മുമ്പ് എനിക്ക് എത്ര വയസ്സുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളാരും വിചാരിക്കുന്നില്ല ഞാൻ അത്ര ചെറുപ്പമല്ല. 30 വർഷം മുമ്പ് ഞാൻ കൂട്ടി നോക്കിയപ്പോൾ അന്ന് എനിക്ക് 33 വയസ്സേ ഉള്ളായിരുന്നു. 33 വയസ്സിൽ ഞാൻ പോയി ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് സുവിശേഷം പറഞ്ഞിട്ട് വന്ന് 30 വർഷത്തിന് ശേഷം അതിലൊരാൾ തിരിച്ചു വിളിക്കുന്നു. ആലോചിച്ച് പ്രിയപ്പെട്ടവരെ, ഇതിനകത്തൊക്കെ ചില കാര്യമുണ്ട് പ്രിയപ്പെട്ടവർ. നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, അതേറിയ നാൾ കഴിഞ്ഞ ശേഷം മടങ്ങി വരും പ്രിയപ്പെട്ടവരെ. അതെല്ലാവരും ഒന്ന് വിശ്വസിച്ചാട്ട്. നമ്മൾ ചെയ്യുന്ന ഒരു അധ്വാനവും വെറുതെ അല്ല. നിങ്ങൾ ഒരാളോട് യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുടുംബത്തെ നിങ്ങൾ അവകാശം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നാളുകൾ എത്ര കഴിഞ്ഞു പോയി, വർഷങ്ങൾ എത്രയായി, ദാറ്റ് ഈസ് immaterial. Once you pray for someone, definitely the Lord will hear that prayer, and in His time He will answer your prayer. So just keep sowing the word. അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ keep sowing the seed. നിങ്ങൾ വിത്ത് വിതച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ഇന്ന് പക്ഷേ ആ വിത്ത് വിതയ്ക്കുന്നത് അല്പം കണ്ണീരോടെ വിതയ്ക്കേണ്ടി വരുമ്പോൾ ഇറ്റ്സ് പെയിൻഫുൾ. ചിലപ്പോൾ നമ്മൾ ഈ വിത്തുമായിട്ട് ചെല്ലുമ്പം നമ്മളെ ആട്ടി ഇറക്കി വിടും, ചിലപ്പോൾ നമ്മളെ അപമാനിച്ചെന്നിരിക്കും, നിന്ദിച്ചെന്നിരിക്കും. പക്ഷേ സാരമില്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് യേശുവിനെ അറിയുവാൻ നിങ്ങളെയാണ് ദൈവം വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് യേശുവിനെ സാക്ഷിക്കുവാൻ ദൈവമാണ് നിങ്ങളെ അവിടെ അപ്പോയിന്റ് ചെയ്തത്. അങ്ങനെയെങ്കിൽ അത് മാൻഡേറ്ററി ആണ്. നിങ്ങൾക്ക് മാറിയിരിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് എല്ലാവരും ചേർന്ന് ആ തീരുമാനം എടുത്താട്ടെ. കർത്താവേ, ഞാൻ ആ തീരുമാനം എടുക്കുന്നു. കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ യേശുവിനെ സാക്ഷിക്കുവാൻ, എൻ്റെ പ്രിയപ്പെട്ടവരോട് യേശുവിൻ്റെ സ്നേഹം പറയുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നൊരു സമർപ്പണം ഇന്ന് ഈ ആദ്യത്തെ ഞായറാഴ്ച തന്നെ എടുത്താട്ടെ. I want all of you who have come here, even the ones who are hearing us online, won't you please say, Lord, I give my life so that. നിങ്ങൾ ഒരു പക്ഷേ പറയും, എനിക്ക് പ്രായമായി, ഞാൻ കിടപ്പായി, ഞാൻ വീട്ടിലാണ്, എനിക്ക് പഴയ പോലെ ഇറങ്ങിപ്പോകാൻ വയ്യ. വേണ്ട, നിങ്ങൾ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ആ കിടപ്പയിൽ കിടന്നുകൊണ്ട് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അത് ദൈവം അത് നീതിയായി കണക്കിട്ട് ദൈവം അതിന് ഉത്തരം തരും. ഒരു പക്ഷേ നിങ്ങൾ കണ്ണടച്ചു പോയെന്നിരിക്കും, ഈ ലോകം വിട്ട് പോയെന്നിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ സമയത്ത് നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അവരെ ദൈവം രക്ഷിക്കും. അത് എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവരെല്ലാവരും ഒന്ന് ദൈവസന്നിധിയിലേക്ക് നിങ്ങളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ, ദൈവസന്നിധിയിലേക്ക് എല്ലാവരും സമർപ്പിച്ചാട്ടെ. ഞാൻ എന്നെ സമർപ്പിക്കുന്നപ്പാ, എന്നെ ഞാൻ സമർപ്പിക്കുന്നു. അവിടുത്തെ ഹിതം നിറവേറുവാൻ, അവിടുത്തെ ഹിതം നിറവേറ്റുവാൻ എന്നെ എൻ്റെ കുടുംബത്തെ, എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, എനിക്ക് തന്നിരിക്കുന്ന ഭാവി സകലത്തെയും ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ വർഷത്തിൻ്റെ ആദ്യ ഞായറാഴ്ച ഞങ്ങളിവിടെ കൂടിയിരിക്കും. ഞങ്ങൾ ഇത്രയും പേര് മാത്രമല്ല, ഞങ്ങളെ ലോകത്തെവിടെയൊക്കെ ആരൊക്കെ കേൾക്കുന്നു, ഇനിയും ആരുമൊക്കെ ഞങ്ങളെ കേൾക്കുമോ, ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾ സമ്പൂർണ്ണമായി അങ്ങയുടെ വകയാണ് ഞങ്ങളെങ്കിൽ, അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു, അങ്ങയുടെ മക്കളാക്കി എന്നുള്ളത് വലിയ പദവിയാണപ്പാ. പക്ഷേ ആ പദവി, അതിനോടൊപ്പം ഞങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല ഉത്തരവാദിത്വം. അങ്ങയുടെ സാക്ഷികളായി ഞങ്ങൾ പോകണം. കർത്താവേ, ഞങ്ങൾ പോകാത്ത കുറ്റം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും അത് ക്ഷമ ചോദിക്കുന്നപ്പാ, വ്യക്തിപരമായി ക്ഷമ ചോദിക്കുന്നു, കുടുംബങ്ങളായി ക്ഷമ ചോദിക്കുന്നു. ചിലപ്പോഴെങ്കിലും സഭയായിട്ട് ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങളോട് ക്ഷമിക്കണം.
ക്ഷമിക്കണമേ. ഇന്ന് ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നപ്പാ. ഈ 2020 മുതൽ അങ്ങയുടെ വരവ് വരെ ഞങ്ങൾ ജീവനോടിരിക്കുന്ന നിമിഷം വരെയും ഞങ്ങൾ അങ്ങയുടെ സാക്ഷികൾ തന്നെ ആയിരിക്കും. അങ്ങയുടെ സുവിശേഷവുമായി ഞങ്ങൾ പോകും. അങ്ങയുടെ സുവിശേഷം ഞങ്ങൾ വായി തുറന്ന് പറയും. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷിക്കും കർത്താവേ. അതിനായി ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ സമർപ്പിക്കുന്നപ്പാ. ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാലോ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.